എല്ലാ പ്രയാസങ്ങളും നീങ്ങി പോകട്ടെ. ഒന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കും. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം മാറിപ്പോകട്ടെ. നേരത്തെ നിന്നവര് മുട്ടുമ്മൻ നിൽക്കുന്നു. നേരത്തെ നിന്നവര് മുട്ടുമ്മൻ നിൽക്കാം. നേരത്തെ നിന്നവര് മുട്ടുകുത്താൻ പറ്റിയെങ്കിൽ മുട്ടുകുത്തുക, അല്ലെങ്കിൽ ബെഞ്ചിലിരിക്കും. മറ്റുള്ളവർ മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക, അല്ലെങ്കിൽ ബെഞ്ചിലിരിക്കുക. നമ്മുടെ നേരത്തെ നമ്മുടെ കാക്കൽ കിടന്നവരാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കാം. എന്നെ കണ്ണുകളടച്ച് നിൽക്കുക. എന്നെ നിൽക്കുന്നവരെ അവരെ അനുഗ്രഹിക്കുന്നത് പോലെ കൈപിടിക്കുക. മറ്റവരെ കണ്ണുകളടച്ച് ശിരസ് കുനിച്ച് നമ്മളെ വേദനിപ്പിച്ച എല്ലാ വ്യക്തികളുടെയും പ്രതിനിധിയാണ് ഈ മുന്നിൽ നിൽക്കുന്നത്. അവർക്കെല്ലാവർക്കും വേണ്ടി ഈ വ്യക്തിയുടെ കാൽക്കൽ ഞാൻ കടന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. കാൽക്കലെ പാദങ്ങളിൽ ശിരസ് വയ്ക്കാൻ പറ്റുന്നവരെ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ട് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുക. നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കന്മാര്, കൂടപ്പിറപ്പുകള്, നമ്മൾ പഠിച്ചവര്, ജോലിക്ക് വന്നപ്പോൾ നമുക്ക് ആരൊക്കെ എന്തൊക്കെ വേദനകളാണ് തന്നിരിക്കുന്നത് നമുക്കറിയാം. അവരെയൊക്കെ നമുക്ക് കണ്ണിൽ കണ്ടുകൊണ്ട് ക്ഷമിക്കുവാൻ. എന്തിനു വേണ്ടി? ഞാൻ ക്ഷമിച്ചെങ്കിലേ എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കുകയുള്ളൂ. ഇതാണ് നമ്മളെ പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്നെ വേദനിപ്പിച്ച സകലരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ ഞാൻ സന്നദ്ധനാണ്. അതിനാണ് മുട്ടുമടക്കിയിട്ടുള്ളത്. നിൽക്കുന്നവരെ അവരെ അനുഗ്രഹിക്കുന്നത് പോലെ കൈകൾ പിടിച്ച് അവർക്ക് അനുഗ്രഹം നൽകുക. ഇവിടെ പാട്ടിന്റെ വരികൾ പാടും, കേൾക്കാം. കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചോ. നിന്നിൽ ആശ്രയിക്കുന്നു ഞങ്ങൾ, നീ ഒരിക്കലും കൈപിടിയരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിലും സ്വർഗത്തിലും അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് ഏകാശ്രയം. കർത്താവേ, നീ കാൽവരിയിൽ